ഞാൻ എല്ലാ സംഭവങ്ങളുടെയും ഇപ്പോൾ ഈ കേസിൻ്റെ മാത്രമല്ല, ദിലീപിൻ്റെ കേസ് എൻ്റെ മുന്നിൽ വന്നത് ഞാൻ ജയിൽ മേധാവിയായതും ദിലീപിൻ്റെ കീഴിലുള്ള ഒരു ജയിലിൽ കിടക്കുന്ന ഒരു പ്രതി ആയതുകൊണ്ടുമാണ്. പക്ഷേ എല്ലാ കേസുകളിലും ഞാൻ സർവീസിൻ്റെ ആദ്യം തൊട്ട് എടുത്തിട്ടുള്ള എല്ലാ കേസുകളിലും ഞാൻ മറുഭാഗവും കൂടെ നോക്കും. അങ്ങനെ എൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരു ഫയൽ വരുന്നു. ആ ഫയലിനകത്ത് പ്രതി പിടിച്ചിട്ടില്ല, പക്ഷേ ഒരു സംശയമുള്ള പ്രതിയാണെന്ന് പറയുമ്പോൾ നമ്മൾ ആ തിരിച്ചിട്ടങ്ങ് നോക്കി, മിറർ ഇമേജ് എന്ന് പറയും. അത് തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവ് വേറെ കിട്ടും, വേറെ കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ഒരു ഒരു സൈഡിൽ നിന്ന് ഇപ്പം വിഷ്ണുവിൻ്റെ സൈഡിൽ നിന്ന് നോക്കുന്ന പോലെയല്ല ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. പക്ഷെ അവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് വേറൊരു കാഴ്ച കാണാൻ പറ്റില്ല. അപ്പോൾ ഐ വാസ് ഓൾവേസ് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന പെൺപ്രതികളില്ലേ, സ്ത്രീ പ്രതികളുടെ അവരുടെ കഥയും കൂടെ പറയാനായിട്ട് ഞാനൊരു വനിതയിൽ ഒരു കോളം എഴുതി, മറുപുറം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും എനിക്ക് മറ്റു ഭാഗവും കൂടെ കാണാം. അതൊന്നും ഒരിക്കലും ആരും കാണില്ല. ഇപ്പോൾ ഓൾവേസ് വിക്ടിമിൻ്റെ സൈഡ് മാത്രമല്ല, ക്രിമിനൽ സൈഡും കൂടെ നമ്മൾ നോക്കിയാലേ ഒരു ഫുൾ പിക്ചർ കിട്ടൂ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ദിലീപിൻ്റെ കേസിലും അതുതന്നെയാണ് ചെയ്തത്. എനിക്കും വിശ്വസിക്കാൻ ഇഷ്ടമായിരുന്നു. ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച കാര്യമാണ്, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പം ഞാൻ ആ പെണ്ണിൻ്റെ കൂടെയാണ് നിൽക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത്. ടിൽ ഈ ദിലീപിനെ ഞാൻ കാണുന്നത് വരെ, ജയിലിൽ ഇങ്ങനെ അവശ നിലയിൽ കാണുന്നത് വരെ ഞാൻ അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നത്. പക്ഷെ കണ്ടു കഴിഞ്ഞ് അതിനെപ്പറ്റി സംസാരം കേട്ട് അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. പിന്നെ ആളുകളോട് ചോദിച്ചു, ഞാൻ കേസ് പഠിച്ചു, അതിൻ്റെ ഫുൾ കാര്യങ്ങൾ മനസ്സിലായി. ഒരു DGP തന്നെ പറയുന്നു അത് ഞങ്ങൾ തെളിവിന് വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസ് എന്ന് പറയുന്നു. അൺബിലീവബിൾ, വിശ്വസിക്കാൻ പറ്റൂല. അപ്പം അതിൻ്റെ പുറകിലുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, ഇതെല്ലാം ഇപ്പോൾ ക്ലിയർ ആണത്. പക്ഷേ എനിക്കിപ്പോൾ അത് പറയാൻ പറ്റില്ല, കാരണം ഞാൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമല്ല. പക്ഷേ ആ സത്യം ഇതാണ് എന്നറിയുന്ന കാര്യങ്ങൾ എനിക്ക് പ്രസൻറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പോൾ ആ തോന്നുന്ന സമയത്ത് എനിക്കത് പറഞ്ഞേ പറ്റൂ, അല്ലെങ്കിൽ അകത്തിരുന്ന് ഇങ്ങനെ വിങ്ങിക്കൊണ്ടിരിക്കും.